റോഡ്രി ഉള്ളൊരു സിറ്റി ടീമിന് അടുത്ത 18 കളിയും ജയിക്കാൻ കേപ്പബിലിറ്റി ഉള്ളൊരു ടീമാണ്. അത്രയും വ്യത്യാസം വരുത്തുന്ന ഒരു കളിക്കാരനാണ്. അവരുടെ പ്രത്യേകിച്ച് അവരുടെ ഡിഫെൻസീവ് കോൺഫിഡൻസിന് റോഡ്രി അവിടെ മുന്നിലുള്ളത് പ്രധാനമാണ് ശരിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു പെപ്പ് ടീമിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. നമ്മൾ ഈ സിറ്റി എനിക്ക് തോന്നുന്നത് ഒരു ട്രാൻസ്ഫോർമേഷനിലാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മൾ സിറ്റിയുടെ ഒരുപാട് കീ ആയിട്ടുള്ള കുറേ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കെവിൻ ഡി ബ്രൂയിനെ പോയി, കെയ്ൽ വാക്കർ പോയി, ഇപ്പോൾ ബെർണാഡോ സിൽവ സീസണോടെ കരാർ അവസാനിക്കുന്നു പറയുന്നു. അതേസമയം ഒരുപാട് പുതിയ ആളുകൾ വന്നു. ഇപ്പോൾ റിയാൻ ചെർക്കി, റെയിൻഡേഴ്സനൊക്കെ പോലെയുള്ള ഒരുപാട് പ്ലേയേഴ്സ് വന്നു. എന്താണ് സിറ്റിയുടെ ഒരു പുതിയ സൈനിങ്ങുകൾ എങ്ങനെയാണ്? പുതിയ സൈനിങ്ങൾ സെറ്റിൽ ചെയ്ത് തുടങ്ങി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എത്ര മികച്ച കളിക്കാരനാണെങ്കിലും ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ പേസിന് യൂസ്ഡായി വരാൻ ആർക്കായാലും സമയമെടുക്കും. ഇപ്പോൾ ഡെനിസ് ബർഗ്കാമ്പൊക്കെ ആദ്യം ഫ്ലോപ്പായിരുന്നു എന്ന് പറഞ്ഞിരുന്നതാണ് ഇംഗ്ലീഷ് മീഡിയ ആർസണലിൽ വന്നപ്പോൾ. അതിനുശേഷം വെങ്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായി മാറി. അതുപോലെ തന്നെ ഇപ്പോൾ ചെർക്കിക്ക് ആദ്യം പരിക്കായിരുന്നു, കുറച്ച് കളികൾ അങ്ങനെ പോയി. റെയിൻഡേഴ്സ് ഇറ്റലിയിൽ വളരെ സ്ലോ പേസിൽ കളിക്കണ ഒരു ലീഗിൽ നിന്ന് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ടൈം എടുക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ. പക്ഷെ ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സീസൺ നമ്മൾ കണ്ടിട്ടുള്ള ജെർമി ഡോക്ക് പണ്ടത്തേന്ന് വളരെ വ്യത്യസ്തമായൊരു കളിക്കാരൻ. കുറേയും കൂടി ഡയറക്റ്റാണ്, അനാവശ്യമായിട്ടുള്ള ഡ്രിബ്ലിങ് ഇതൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 18 കളിയിലൊരു 17 ജയിക്കാൻ കഴിവുള്ളൊരു ടീമാണ് സിറ്റി. അല്ല, ഈ ചെർക്കി ഭയങ്കര ഒരു അടുത്ത ഡിബ്രൂയിന എന്നൊക്കെ പറയുന്നുണ്ട്. ഹാളൻഡുമായിട്ട് മികച്ച റാപ്പോ സൂക്ഷിക്കുന്നതാരാണ്.